ആര് ശ്രീമാൻ നരേന്ദ്രമോദിയെ എതിർക്കുന്നുവോ അവർക്കെല്ലാം സർവനാശം. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാളും 4 ഇരട്ടിയിൽ കൂടുതൽ സീറ്റ് കിട്ടാനുള്ള സാധ്യത ഇടതുപക്ഷത്തിന് ഓസ്കാറിലോട്ട് പോലും പരിഗണിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. ഇന്നൊരു കിടിലൻ ജ്യോതിഷിനെയാണ് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് ജ്യോതിഷന്മാരെ കണ്ടിട്ടുണ്ട് അല്ലേ? ഭാവി, ഭൂതം, പ്രേതം, പിശാചി എന്ന് വേണ്ട സർവത്ര കാര്യങ്ങളും പറയുന്ന ഒരുപാട് ജ്യോതിഷന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ചിലത് ഒറിജിനലാണ്, ചിലത് ഡ്യൂപ്ലിക്കേറ്റാണ്. അങ്ങനെ സമ്മിശ്രമായിട്ടുള്ള കുറേ ജ്യോതിഷന്മാരുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന കോവിലകൻ നന്ദകുമാർ എന്ന് പറയുന്ന ജ്യോതിഷി. കാരണം ഇദ്ദേഹം ഒരു കാര്യം നാക്കെടുത്ത് വളച്ചു കഴിഞ്ഞാൽ നടക്കൂ എന്നാണ് പലരുടെയും വിശ്വാസം. നമ്മുടെ കോവിലകൻ നന്ദകുമാർ എന്ന് പറയുന്നത് ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം നാക്കെടുത്ത് വളച്ചു കഴിഞ്ഞാൽ സംഭവിക്കുമോ? എല്ലാം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇതുവരെ ഭഗവാനെ അല്ല സാറിന് പറ്റുമോ? സംഭവിച്ചിട്ട് അനുഭവത്തിൽ അനുഭവങ്ങൾ. എളിമയുടെ ഉത്തമ ഉദാഹരണമാണ് നന്ദകുമാർ സാർ. ഇപ്പൊ ഞാൻ വന്നിരിക്കും, എന്നെ കണ്ടിട്ടില്ല ഇതിനു മുമ്പ്? നമ്മൾ ആദ്യമായിട്ടാണ് കാണില്ലേ? ഫസ്റ്റ് എന്റെ കൈ കാണിക്കും. എനിക്ക് എന്നെ പ്രവേശിപ്പെട്ടെന്ന് പറയാം. എന്നെ പറ്റി ഒരു പ്രവചനം നടത്താൻ പോവുകയാണ്. ഞാനും സാറും തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താണ് പറയാൻ പോകുന്നത്? നമഃശിവായ. എൻ്റെ കൈ നോക്കി പറയുകയാണ്, താങ്കൾക്ക് വിദേശ യോഗമുണ്ട്. മറ്റ് തടസ്സങ്ങൾ മാറിയിരുന്നെങ്കിൽ വളരെ കാലത്തിന് മുമ്പേ തന്നെ തണുത്ത അന്തരീക്ഷമുള്ള രാജ്യത്ത് യൂറോപ്യൻ കൺട്രീസ് അപ്പോൾ ഭയങ്കര പ്രവചനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അവിടെ ഫാമിലി ആയിട്ട് തന്നെ താമസിച്ച് വളരെ സാമ്പത്തിക നേട്ടമുണ്ടാക്കി ഉന്നത നിലയിൽ ജീവിക്കേണ്ട ആളാണ്. ആ തടസ്സം ഒന്ന് മുമ്പേ കണ്ട് അത് പരിഹരിച്ചിരുന്നെങ്കിൽ ഇപ്പം യൂറോപ്യൻ കൺട്രീസും കഴിഞ്ഞ് അമേരിക്കയിലും എത്തുമായിരുന്നു. എന്തോ ഒരു അപശകുനം എനിക്ക് ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ട്. എൻ്റെ അയൽവാസികൾ 2 പേരിപ്പം എനിക്കെതിരെ എൻ്റെ വളർച്ചയിൽ അസൂയാലുകളായ 2 പേരുണ്ട്. അവന്മാരെല്ലാം കൂടോത്രം ചെയ്ത് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഉണ്ടോ? കൂടോത്രം വല്ലതും ഉണ്ടോ? എൻ്റെ വളർച്ച ഇങ്ങനെ ആയതുകൊണ്ട് ചില ശത്രുക്കൾ പണി തന്നെയാണോ? നിങ്ങളെ സംബന്ധിച്ച് ശത്രുദോഷം എന്ന് പറയാം. ശത്രുദോഷമാണ്. എന്തായാലും ഒരുപാട് പ്രവചനങ്ങൾ നടത്താറുണ്ട് അല്ലേ? പറയുന്നതെല്ലാം കൃത്യമായിട്ട് സംഭവിക്കുന്നുമുണ്ട്. ശരിക്കും പറഞ്ഞത് വ്യക്തികളെ ആശ്രയിച്ചാണോ അതോ ഓരോ ഇൻസിഡന്റ് ആണോ ഓരോ സംഭവങ്ങളാണ് നടത്തുന്നത്, പ്രവചനം നടത്തുന്നത്? കൂടുതലും പൊതുവെ പറഞ്ഞാൽ വ്യക്തികളെ വെച്ച് കൂടുതൽ അല്ലേ? വ്യക്തി അധിഷ്ഠിതമാണ്. ഇതെങ്ങനെ ഒരു മനുഷ്യനെ കാണുമ്പോഴത്തേക്ക് ഇന്ന സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് എങ്ങനെ മനസ്സ് വരുമോ? ഇതെങ്ങനെയാണ് സംഭവം? ആ കുട്ടിക്ക് കുട്ടികളില്ല, അല്ലെങ്കിൽ ഗർഭം ഉണ്ടാവും, ജോലിയില്ല, ഗൾഫിൽ പോകുന്നതൊക്കെ എങ്ങനെ തോന്നൽ വരുന്ന മനസ്സിലേക്ക്? അത് നമ്മൾ ഇത് ശാസ്ത്രീയമായിട്ട് ഒരാൾക്ക് ഇന്ന പ്രശ്നം ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റും, വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇത് ഇലക്ഷൻ വരാൻ പോകണല്ലോ. നമുക്ക് എല്ലാം ആഗ്രഹമുണ്ട് കേരളത്തിൽ MP-മാർ എത്ര വരും, അല്ലെങ്കിൽ എത്ര പേര് ജയിക്കും, എത്ര തോക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷ ഇരിക്കുവാണ്. എത്ര സീറ്റ് കോൺഗ്രസ് നേടും? ഒരു സാമ്പിൾ പറയാൻ പറ്റുമോ? ശ്രീമാൻ ഇപ്പോൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിക്ക് അങ്ങയുടെ കൈയും ജാതകവും ഒക്കെ പരിശോധിച്ചതിൽ നിന്ന് അങ്ങേർക്ക് ഉഗ്ര നരസിംഹമൂർത്തിയുടെയും ശ്രീ മഹാരുദ്രൻ്റെയും സന്നിവേശമുള്ളതായി കാണുന്നു. ആര് ശ്രീമാൻ നരേന്ദ്രമോദിയെ എതിർക്കുന്നുവോ അവർക്കെല്ലാം സർവനാശമായിരിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിൽ നിന്നും കൈ രേഖ ഇതിൽ നിന്നും നമുക്ക് വെളിവാകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അന്ന് ഞാൻ പ്രവചിച്ചിരുന്നു, അതുകൊണ്ട് നരേന്ദ്രമോദി വീണ്ടും വളരെ ഭൂരിപക്ഷത്തോടെ പ്രധാനമന്ത്രിയായി. അപ്പോൾ ഭാവിയിൽ ഇനി നടക്കാൻ പോകുന്ന ഇപ്പോഴത്തെ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അതേപോലെ 400-ൽ കൂടുതൽ സീറ്റ് കിട്ടുമെന്നാണ് ശ്രീമാൻ നരേന്ദ്രമോദി അവകാശപ്പെടുന്നതും പ്രസംഗങ്ങളിലൊക്കെ പറയുന്നത്. പക്ഷേ എൻ്റെ കണക്കുകൂട്ട് ഞാൻ ഇതിൻ്റെ ആദ്യ പ്രവചനം അനുസരിച്ച് ശ്രീമാൻ നരേന്ദ്രമോദി അവരുടെ പാർട്ടിക്ക് വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് തന്നെ 351 സീറ്റിൽ കുറയാതെ കിട്ടുമെന്നാണ് കാണുന്നത്. അവർ മൊത്തത്തിൽ 407 സീറ്റിൽ കുറയില്ലെന്നും കാണുന്നു ആദ്യ പരിശോധനയിൽ. കേരളത്തിൽ BJP സീറ്റ് ഉണ്ടാക്കുമോ? കേരളത്തിൽ BJPക്ക് സാധ്യത മോദി പല പ്രസംഗങ്ങളിലും നമ്മൾ പറഞ്ഞു കേൾക്കുന്നു 2 അക്ക കടക്കുമെന്നുള്ള. എന്ന വരിയിലും കേരളത്തിലും ശ്രീമാൻ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന പാർട്ടിക്ക് സീറ്റിന് ഇപ്രാവശ്യം സാധ്യത തെളിഞ്ഞു കാണുന്നു. സുരേഷ് ഗോപിക്കും നരേന്ദ്രമോദി മനസ്സിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കും പോലെ അവിടെയും അവസാന ദിവസങ്ങളിലുള്ള
രണ്ട് സാധ്യത സീറ്റാണ് തെളിയുമെന്നാണ് അദ്ദേഹം ആദ്യ പ്രവചനത്തിൽ കാണുന്നത്. ഇനി ഇടതുപക്ഷ രണ്ട് സീറ്റ് ബിജെപി രണ്ട് സീറ്റ് ബിജെപി കിട്ടാനുള്ള സാധ്യത തെളിയുകയാണ്. അപ്പൊ ഇനി ഇടതുപക്ഷവും കോൺഗ്രസ് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാളും 4 ഇരട്ടിയിൽ കൂടുതൽ സീറ്റ് കിട്ടാനുള്ള സാധ്യത കാണും ഇടതുപക്ഷത്തിന്. ഇനി ഒരു ഇടതുപക്ഷ മന്ത്രിസഭ വരും കേരളത്തിൽ. അതായത് എന്നിട്ട് ആ പ്രവചനത്തിൽ തന്നെ അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ശ്രീമാൻ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായി 3 വർഷം കഴിയുമ്പോൾ BJP സംസ്ഥാന നേതൃത്വത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ അസാധാരണമായ രാഷ്ട്രീയ ഇടപെടൽ അപ്പോഴുണ്ടാകും. അസാധാരണമായ BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ രാഷ്ട്രീയ ഇടപെടലിനെ പിണറായി വിജയൻ അപ്പോൾ സർവ്വശക്തിയും ഉപയോഗിച്ച് ചെറുക്കുന്നത് നിങ്ങൾക്ക് കാണാം. വയനാട്ടിൽ സുരേന്ദ്രൻ ജയിക്കുമോ? വയനാട്ടിൽ സുരേന്ദ്രൻ നല്ല പ്രചരണം അവിടെ ജയിക്കാനുള്ള സാധ്യതയ്ക്കല്ല അദ്ദേഹം നിൽക്കണമെന്ന് എല്ലാവർക്കും ബോധ്യമാകും. അപ്പോൾ എന്തായാലും കേരളത്തിൽ രാഷ്ട്രീയത്തെ പറ്റി ഏകദേശം ധാരണ ഉണ്ടാക്കി. ഒരു 4% വോട്ട് അല്ലെ 4 മടങ്ങ് വോട്ട് ഇടതുപക്ഷം നേടും. കേരളത്തിൽ 2 സീറ്റ് BJP പിടിക്കും. വീണ്ടും കേരളത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി പറയാം. അതായത് ശ്രീമാൻ പിണറായി വിജയന് അന്ന് അസംബ്ലി തിരഞ്ഞെടുപ്പ് നടന്ന പോലത്തെ ഒരു സാഹചര്യം ജനങ്ങളുടെ ഉള്ളിൽ സൈലൻ്റ് ആയിട്ടുള്ളതായി കാണാം നമ്മൾ ഈ പ്രവചനത്തിൽ പരിശോധിക്കുമ്പോൾ. രാഷ്ട്രീയം നമ്മൾ വിടാം. അപ്പം നമുക്ക് ഇനി കൗതുകരമായിട്ട് 2-3 ക്വസ്റ്റ്യൻ ചോദിക്കും. മോഹൻലാലിൻ്റെ ഒരുപാട് പടങ്ങൾ പൊട്ടുന്നു. ഇനി വരാൻ പോകുന്ന മോഹൻലാലിൻ്റെ പടങ്ങൾ ഫസ്റ്റ് പടം വിജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ? ഈ ഒരു സമയവും ഈ മറ്റേ രാശിയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് മോഹൻലാലിനെ സംബന്ധിച്ച് സ്റ്റാറ്റിക്കായിട്ട് രാജയോഗമാണ്. ഇനി കുറച്ചുകൂടി തിളക്കം ഉണ്ടാവും എന്നുള്ളത് അതിൽ വെച്ച് പറയാം. വരുന്ന പടങ്ങളൊക്കെ അദ്ദേഹം രക്ഷപ്പെടുത്തി കൊണ്ടുപോകും. നന്നായിട്ട് വരും, ഗംഭീരമായിട്ട് വരും. മാത്രമല്ല വൻ ഓഫർ അദ്ദേഹത്തിന് വരും. ഓസ്കാറിലോട്ട് പോലും പരിഗണിക്കേണ്ട പടങ്ങൾ വരുന്നുണ്ട്, സാഹചര്യം ഉണ്ടാവും, തെളിഞ്ഞു വരും. ഓസ്കാർ കിട്ടുമോ മോഹൻലാലിന്? ഓസ്കാർ കിട്ടാൻ എന്തുകൊണ്ടും അർഹനാണ്. അതിൽ ഒരു ബിഗ് പ്രോജക്റ്റ് തെളിഞ്ഞു വരുന്നതായി കാണുന്നു. ഉറപ്പായിട്ടും അങ്ങനെ എനിക്കാണ് ഈ നിമിഷം ആ ഭാവനയിലുള്ള ബിഗ് പ്രോജക്റ്റ് പ്രാവർത്തിയാക്കി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കിട്ടും. ഓസ്കാർ കിട്ടും. മോഹൻലാലിന് ഓസ്കാർ കിട്ടും എന്നുള്ള പ്രവചനം കൂടി നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് കേരളത്തിന് തന്നെ ഇന്ത്യക്കാകെ അഭിമാനമായിട്ടും വരും. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ വന്ന് സാധനം സമീപിക്കുക, ഈ പടം വിജയിക്കും, അടുത്ത ബുധനാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച റിലീസ് ചെയ്യാൻ പോകുക, വല്ല സാധ്യത ഉണ്ടോ ജ്യോതിഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? അല്ല, അപ്പോഴും പരിശോധിച്ചിട്ട് വ്യക്തത വരാറുണ്ടോ? വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. കൃത്യമായിട്ട് മറുപടി പറയും. പിന്നെ സമയത്ത് റിലീസ് ചെയ്യേണ്ട പല സംവിധായകരും വന്നിട്ടുണ്ട്, സീരിയൽ മേഖലയിലുള്ള പലരും വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള പ്രഗത്ഭ വ്യക്തികളുടെയൊക്കെ സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ കാണും, അവർക്ക് ഇന്ന സംഭവിക്കാൻ പോകുന്നു, അതൊക്കെ നമ്മളായിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ അല്ലേ? പക്ഷെ നമ്മുടെ മുമ്പിൽ സംഭവിക്കുന്നു. പറയാനുള്ള ഭഗവാനായിട്ടുള്ള പെർമിഷൻ ഇല്ല, നമ്മൾ ആ പരിധി ലംഘിക്കാൻ പാടില്ല, പറഞ്ഞു പോലെ. ഇനി ഞാൻ അങ്ങയോട് ഒരു 5 ക്വസ്റ്റ്യൻ പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന സംഭവങ്ങളാണ്. പറ്റോ ഇല്ലയോ എന്നുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ ദിവ്യദൃഷ്ടിയിൽ എന്താണ് പറയാൻ പറ്റുന്നത് ഞാൻ ചോദിക്കുന്നത്. ഇനി കൊറോണ തിരിച്ചു വരുമോ ഇല്ലയോ? ഒന്നാമത്തെ ചോദ്യം. കൊറോണ തിരിച്ചു വരില്ല, മറ്റ് മാരകവ്യാധി വരും. കൊറോണ വരത്തില്ല. കൊറോണ അതിനേക്കാൾ കടുപ്പമായ മറ്റ് വിനാശകാരിയായ വരും. മുല്ലപ്പെരിയാർ പൊട്ടുമോ ഇല്ലയോ? സാധ്യത ഉണ്ടോ ഇല്ലയോ? സമീപ ഭാവിയിൽ സാധ്യത കുറവാണ്. ഓക്കെ, അത് മനുഷ്യൻ അത് പരിപാലിച്ചു കൊണ്ടുപോയാൽ കുഴപ്പമില്ല. ഇനി നമ്മുടെ ഈ പറയുന്ന ഓഖി പോലെ അല്ലെങ്കിൽ സുനാമി പോലുള്ള വൻ ദുരന്തം കേരളത്തിൽ അടുത്ത സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ലോകത്തിൻ്റെ കാര്യത്തിലോട്ട് പോകുമ്പോൾ വേൾഡ് മഹാപ്രകൃതി ദുരന്തം ഉണ്ടാകുമെന്നാണ് കാണുന്നത്. ഇപ്പം ജസ്ന, പത്തനംതിട്ടയിലെ ജസ്ന എന്ന് പറയുന്ന ആ പെൺകുട്ടി ഒരു ദിവസം വീട് വിട്ടു പോകുന്നു. പിന്നെ ആ പെൺകുട്ടിയെ പറ്റി ലോകത്താരും കേട്ടിട്ടില്ല. ആ പെൺകുട്ടി ജീവനോടുണ്ടോ ഇല്ലയോ? ജീവനോടെ ഉണ്ടാവാനാണ് സാധ്യത. എവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും കൺക്ലൂഷൻ ഓഫ് ദ എപ്പിസോഡ് എൻ്റെ കൈ വീണ്ടും കാണിക്കുവാണ്. എനിക്കിത് നല്ല സമയമാണോ ചീത്ത സമയമാണോ, എന്താണ് സാറിൻ്റെ ഒരു നിഗമനം? നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നിലവിൽ ചെയ്യുന്ന ജോലി കൂടാതെ വേറെയും മറ്റ് മേഖലകളിൽ സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടേണ്ട സാഹചര്യം തെളിഞ്ഞു വരികയാണ്. ദീർഘായുസാണ്, ഭീഷ്മരായുസാണ്, ആയുസ്സിന് നല്ല ബലമാണ്, ഭീഷ്മരായുസാണ്. എന്ന് പറഞ്ഞാൽ 120 വയസ്സ് വരെ ജീവിച്ചിരിക്കാം എന്നുള്ളതാണ്. മറ്റ് ജീവിതത്തെ നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ടുപോയാൽ ഒരു തടസ്സവും കാണുന്നില്ല. അത് ദീർഘായുസാണ്. അപ്പോൾ കൈ കഴിഞ്ഞു. മുഖലക്ഷണം വെച്ച് ഒരു സാധനം പറയാൻ പറ്റുമോ? എൻ്റെ മുഖത്ത് നോക്കി എന്തെങ്കിലും ഒരു മുഖലക്ഷണം വെച്ച് നിങ്ങൾക്ക് ഒരു നടനായിട്ട് തിളങ്ങാൻ പറ്റും, അതിൽ അവാർഡും കിട്ടും. ഭയങ്കര സംഭവമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എന്നെ സന്തോഷിപ്പിച്ചാണ് നമ്മുടെ സാറ് വിടുന്നത്.
അപ്പോൾ എന്തായാലും ആയുസ്സും ആരോഗ്യം അങ്ങൊക്കെ ഉണ്ടാവട്ടെ. ഞാൻ അങ്ങയുടെ മുഖലക്ഷണം നോക്കി ഒരു സാധനം പറയട്ടെ. എല്ലാം ഭഗവാന്റെ കാര്യം. ഞാൻ അങ്ങേ പറ്റി പറയട്ടെ, നോക്കട്ടെ, കൈ നോക്കട്ടെ. പലരെയും ഭയക്കുന്ന ഒരു സ്വഭാവം അല്ലേ? ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചിന്തിച്ചിട്ട് ഒരു ആൻസർ പറയത്തുള്ളൂ, ശരിയല്ലയോ? ഭയം എന്ന് പറയുമ്പോൾ ദൈവഭയം. അപ്പോൾ എന്തായാലും ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ രംഗത്ത് അങ്ങ് എന്താണോ ചെയ്യുന്ന ജോലിയിൽ അങ്ങ് പുഷ്ടി പ്രാപിക്കും, ഉറപ്പ്. നാൾക്ക് നാൾ അങ്ങയുടെ ഈ രംഗം പുഷ്ടി പ്രാപിച്ച് ഒരുപാട് ആൾക്കാർ അങ്ങേ തിരക്കി വരും എന്ന് എൻ്റെ പ്രവചനം. സാധിക്കുമോ? അത് നടക്കുമോ? അത് എല്ലാം ഭഗവാന്റെ കാരുണ്യം പോലെ ആയിക്കോട്ടെ. അപ്പോൾ ജനലക്ഷങ്ങൾ നമ്മുടെ നന്ദകുമാർ സാറിനെ തിരക്കി വരട്ടെ. നിൽക്കാൻ പോലും സമയമില്ലാത്ത രീതിയിൽ ഫോൺ കോൾ എടുത്ത് അദ്ദേഹം ഇങ്ങനെ ആ ഒരു മേഖല വ്യാപരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഈ സേവന രംഗം ഒരുപാട് പേർക്ക് ഗുണമാവട്ടെ. ഒരുപാട് ആൾക്കാർ ന്യൂയോർക്കിൽ നിന്ന്, റഷ്യയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ തിരക്കി വരട്ടെ എന്ന് ഞാൻ പ്രവചിക്കുന്നു. ഈ രംഗം അദ്ദേഹം അടിച്ച് കലക്കി കൊഴുപ്പിക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. ഇനി മറ്റൊരു കിടിലൻ എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാനെത്തും. അതേവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും